നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഫ്രഞ്ച് വമ്പന്മാരായ PSG തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ജർമ്മൻ കരുത്തരായ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആയിരുന്നു അവരുടെ മൈതാനത്ത് വെച്ച് ഏകപക്ഷീയമായ ഒരു ഗോളിന് PSG പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഫുൾക്രഗ് നേടിയ ഗോളാണ് ബൊറൂസിയക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത്. രണ്ടാം പാദ മത്സരം PSG മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക. ഇന്നലത്തെ മത്സരത്തിൽ കിലിയൻ എംബപ്പെ PSG വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും അല്ലെങ്കിൽ ചലനങ്ങളൊന്നും മത്സരത്തിൽ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരേ ഒരു ഷോട്ട് മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് ഉതിർക്കാൻ എംബപ്പെക്ക് സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ മികച്ച രൂപത്തിൽ ബൊറൂസിയയുടെ ഡിഫൻസ് വരിഞ്ഞു മുറുക്കി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കിലിയൻ എംബപ്പെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. മാത്രമല്ല ഒരു മികച്ച ഒരു സന്ദേശം അദ്ദേഹം നൽകുന്നുമുണ്ട്. തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഒരു കാര്യം അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതായത് PSG ടീമിന്റെ ഫോട്ടോയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ക്യാപ്ഷൻ ആയിക്കൊണ്ട് അദ്ദേഹം നൽകിയിരിക്കുന്നത് ദിസ് ഈസ് ഹാഫ് ടൈം എന്നുള്ളതാണ്. അതായത് ഹാഫ് ടൈം ആയി, ആദ്യ പകുതി മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ദിസ് ഈസ് പാരീസ് എന്ന് കൂടി അദ്ദേഹം എഴുതി ചേർക്കുന്നുണ്ട്. അതായത് പാരീസിൽ കാണാം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം തന്റെ എതിരാളികൾക്ക് ഒരു വാർണിംഗ് ആയി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. രണ്ടാം പാദ മത്സരം അടുത്ത ആഴ്ച PSG മൈതാനമായ പാർക്ക് ഡെസ് പ്രിൻസസിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. ആ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇപ്പോൾ കിലിയൻ എംബപ്പെ തന്റെ ഈ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. നമുക്കറിയാം PSG നേരത്തെ ക്വാർട്ടർ ഫൈനലിൽ ആദ്യ പാദ മത്സരത്തിൽ ബാഴ്സലോണയോട് 2-3 ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. പക്ഷെ രണ്ടാം പാദ മത്സരത്തിൽ ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് 1-4 ഗോളുകൾക്ക് PSG വിജയിച്ചിരുന്നത്. അങ്ങനെ ഒരു അസാധാരണമായ തിരിച്ചുവരവ് നടത്തിയതിന്റെ ആത്മവിശ്വാസം തീർച്ചയായും PSG അടുത്ത മത്സരത്തിൽ ഉണ്ടാകും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.